നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ നാട്ടിലുള്ള കഴിഞ്ഞ ദിവസം പോയ മമ്പിലാവ് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള, അതായത് ആ വെള്ളച്ചാട്ടം വരുന്ന അടുത്തൊരു വാട്ടർഫോൾസിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. വാട്ടർഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട മമ്പിലാവ് വാട്ടർഫോൾസ് പോലെയല്ല, അതിനേക്കാട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഡേഞ്ചറസുമാണ്. കയറി വരുന്നത് ഫുള്ള് എന്താ പറയുക, വണ്ടി ഓഫ് റോഡൊന്നും ചെയ്യേണ്ട, വണ്ടി പകുതി വരെ വരത്തുള്ളൂ. ബാക്കി നമ്മൾ കയറി വരേണ്ടത് കാട്ടിക്കൂടാണ്. കാട്ടിക്കൂടെ കയറി വരുന്നതാണ് വഴി. അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് ഇവിടെ വരാം, മമ്പിലാവിലോട്ടുള്ള റോഡിൽ നിന്ന് താഴോട്ട് വരാം. പക്ഷേ വാട്ടർഫോൾസ് കാണണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൊണ്ടിട്ടിട്ട് നമ്മൾ നടന്നു വരണം കാട്ടിക്കൂടെ. കൂടെ നമുക്കിന്നുള്ളത് പെരുവറ അജി സബാൽ ബാലു. അപ്പം നമ്മളെല്ലാം കൂടെ പോയി കറങ്ങി തിരിച്ചു വരാം. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇച്ചിരി ഫോറസ്റ്റ് മേഖലയിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ കാട്ടിൽ കയറി, ഇനി ഇപ്പം നമുക്ക് അങ്ങോട്ട് കാട് വഴിയാണ് കയറി അരുവി പോകേണ്ടത്. ഓക്കെ, ബാ പോവാം. സൂപ്പർ പണി വീണ്ടും കിട്ടി. റോഡിൽ മരം വീണ് കിടക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം അത് വെട്ടി മാറ്റിയിട്ടുള്ള പരിപാടിയാണ്. കമാ എന്തായാലും വെട്ടുകത്തി നമ്മൾ വണ്ടി കഴുകിയ വഴിക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് വെട്ടുകത്തിയില്ല, അതുകൊണ്ട് കവട്ടയും കൊണ്ട് ഈ കമ്പ് പൊക്കി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പോകും. ഓക്കെ ഗൈസ്, നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി. ഇനി നമ്മൾ നേരെ, അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടമാണ്. നമ്മൾ വ്ലോഗ് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. ഇത് സ്ഥലം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ചിറ്റാർ ആറാട്ടുകുടുക്ക എന്ന് പറയും. ആറാട്ടുകുടുക്കയിലുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം പോയ മമ്പിലാവ് വാട്ടർഫോൾസിൻ്റെ വേറൊരു പ്ലേസാണ്. ലൊക്കേഷൻ അടിപൊളി.
മൺസൂൺ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നല്ല രസമാണ്. ഈവൻ സമ്മർ സീസണിൽ മോശമാണെന്നല്ല, എന്നാലും മൺസൂൺ ആയി കഴിയുമ്പം ഇപ്പോൾ ഡ്രൈ ആയിട്ട് കിടക്കുന്നതിനെക്കാട്ടിൽ ഉറപ്പായിട്ടും നല്ലതാണല്ലോ വെള്ളം ഫ്ലോ ചെയ്യുന്നത്. മറ്റേ കഴിഞ്ഞ ദിവസം നമ്മൾ പോയ പോലത്തെ വാട്ടർഫോൾസ് അല്ല. അവിടെ നമുക്ക് ഇറങ്ങി കുളിക്കുവോ നീന്തുവോ എന്ത് വേണേലും ചെയ്യാം, അവിടെ വലിയ ആഴമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് ഒന്നാമത്തെ കാര്യം, വെള്ളോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാറക്കെട്ടാണ്. പാറക്കെട്ടിൻ്റെ അകത്തൂടെ നടന്ന് വേണം പോകാൻ. തെന്നാനുള്ള സാധ്യതകളുണ്ട്, തോട്ടപ്പുഴു കാണും. എല്ലാം ശ്രദ്ധിക്കുക. വരുന്നവരെല്ലാവരും പ്രത്യേകം സുരക്ഷിതമായി മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക. വാവ്, നമ്മൾ അരുവിയുടെ അടുത്ത് എത്തിത്തുടങ്ങി. ഇനി അല്പം കൂടി മാത്രം നടന്നാൽ മതി അരുവിയിലേക്ക് എത്താൻ. പക്ഷെ ഇതിൻ്റെ അകത്തെ നമുക്ക് ചാടാൻ പറ്റത്തില്ല, കാര്യം സേഫ് അല്ല. ഇവിടെ ഭയങ്കര വലിയ വെള്ളച്ചാട്ടവുമാണ്. ഇവിടുത്തെ കല്ലിൻ്റെയൊക്കെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് അവിടെ എന്തെങ്കിലും കല്ല് തട്ടി വല്ല അള്ളോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാത്തിടത്ത് കുറച്ച് അണപ്പൊക്കെ ഉണ്ട്. അതാണ് വാട്ടർഫോൾ. പോയി നോക്കാം. അത്യാവശ്യം എന്തായാലും ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കാം. പക്ഷെ അങ്ങ് അകത്തോട്ട് പോകുന്നില്ല. വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഭയങ്കര ഹൈറ്റിൽ നിന്ന് വരുന്നത്. നമ്മൾ പോയ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലത്തെ അല്ല, അതിനെക്കാട്ടിൽ ഹൈറ്റിലുമാണ്. അതുകൊണ്ട് ഇതങ്ങനെ ആരും ഇതൊരു എന്താ പറയുക അൺഎക്സ്പ്ലോർഡ് പ്ലേസ് ആണ്. ഇത് നമ്മളത് നോക്കിയാൽ കാണാം കേട്ടോ. ആഴമുണ്ട് കേട്ടോ. നിങ്ങളെ വ്യൂ കാണിക്കാൻ വേണ്ടി ഇവിടെ ഈ ബ്രാഞ്ച് കാരണം കാണത്തില്ല. അപ്പം നമ്മൾ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ കയറി ഈറയ്ക്കകത്തൂടെ പറ്റുമോ? പറ്റത്തില്ല, വേണ്ട. മണ്ടയ്ക്ക് കയറാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ബ്രാഞ്ച് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ആ വ്യൂ എടുക്കും. ഓക്കെ, എന്തായാലും ഞാൻ കയറിയിട്ട് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. അതുകൊണ്ട് സവാൽ അതുവഴി കയറി അമ്മച്ചി തേക്കിലെടുക്കി ഇതുവഴി പോകുന്നത് തേക്കി. അയ്യോ അമ്മേ, കൊള്ളാം. കാടിൻ്റെ അകത്തെ ഈടിയെല്ലാം കയറി ദൈവമേ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാ. മിക്കവാറും തലമുട്ട അടിക്കേണ്ടി വരും. തലമുടി മൊത്തം മുള്ള. യേശു ക്രിസ്തു ആവും മിക്കവാറും മുൾ കിരീടം കൊണ്ട്. ആ നീ അവിടെ ചെന്നല്ലേ? എടാ കൈ മൊത്തം മുറിഞ്ഞടാ. വാട്ടർ കുടിയോളോ? കാട്ടിലെ വരുന്നതാണ്. സോ ഗൈസ്, നമ്മളിങ്ങനെ മണ്ടയ്ക്ക് വന്നു കേട്ടോ. മണ്ടയ്ക്ക് വന്നു കഴിഞ്ഞപ്പം ഇത് നോക്കിയേ, ഇവിടെ ഒരു ഗുഹയുടെ സെറ്റപ്പ് കണ്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം കണ്ടോ. ഇത് പാറയ്ക്ക് അടിവശം തോണ്ട. അങ്ങോട്ട് നോക്കിയേ, ഇത്രയും വെള്ളച്ചാട്ടം ഉണ്ടായിട്ടും നനയാതെ കിടക്കുന്ന കുറച്ച് സ്ഥലം കണ്ടോ. അതായത് ഈ പാറ ഇതിനെക്കാട്ടി ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ വളഞ്ഞ് ഇവിടെ ഒരു കേവ് പോലെ. ഇതൊരു കേവാ ഇവിടെ. വാവ്, കിടു. നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള പ്ലേസസ് ഉള്ളത്. ഇറ്റ്സ് സോ വണ്ടർഫുൾ. വൺസ് അഗൈൻ ഐ എം ടെല്ലിങ് യു, നിങ്ങൾ റിസ്ക് എടുക്കരുത്. കാര്യം ഏറ്റവും സുരക്ഷിതമായിട്ട് വരിക. നമുക്ക് കാണാൻ വളരെ നല്ലതാണ്. ഒപ്പം തന്നെ നിങ്ങൾ ഏറ്റവും സൂക്ഷിച്ച്, കാര്യം അപകടം പതിയിരിപ്പുണ്ട് ഇവിടെ എല്ലാം. അപ്പം നമ്മൾ ഏറ്റവും സൂക്ഷിച്ചേ വരാവുള്ളൂ. പിന്നെ വെള്ളം വീണാൽ പനി പിടിക്കുന്നവർ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പരമാവധി വരരുത്. കാര്യം ഇതുണ്ട്, ഇതെൻ്റെ തല ഉണ്ട്. ഞാൻ രാവിലെ ഒന്ന് കുളിച്ചിട്ടിറങ്ങിയതാ, അടുത്ത കുളി കഴിഞ്ഞു. ഇനി
താഴെ ഇറങ്ങി ഒരു കുളിയുണ്ട്. അത് കഴിഞ്ഞ് ഒത്താൽ ഇന്ന് തന്നെ അടുത്ത അരുവിയും പോകുന്നുണ്ട്, വീണ്ടും കുളി. ഓക്കെ, നമുക്ക് എന്തായാലും അരുവിയുടെ വിഷ്വൽസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇച്ചിരി കൂടെ താഴോട്ട് ഇറങ്ങി നോക്കട്ടെ. എന്തായാലും പുഴു, അശുദ്ധരക്തം എല്ലാം കൊണ്ടുപോട്ടെ. അതിന് കിട്ടുമെങ്കിൽ നമ്മൾ ശുദ്ധനായതുകൊണ്ട് അശുദ്ധരക്തം വലുതായിട്ട് കിട്ടാൻ വഴിയില്ല. ഓ, ഇനിയും താഴോട്ട് ഇറങ്ങണമെങ്കിൽ ഞാൻ ഇറങ്ങി താഴെ പോകാനുള്ള സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് അധികം പോകുന്നില്ല. ശരിക്കും ഇത് ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അത്ര ഒരു ബ്യൂട്ടി ഇല്ല കേട്ടോ. കാര്യം ഞാൻ ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ പുറത്ത് വെളിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇത് ഭയങ്കര അൺഎക്സ്പ്ലോർഡ് പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം കാടും കയറി എന്താ പറയുക, ആരും വരുന്നില്ല. ഇതിൻ്റെയും കൂടെ മണ്ടയ്ക്കൊന്ന് കയറാം. കാര്യം കുറച്ചുകൂടെ ടോപ്പിൽ കയറിയാൽ അത്യാവശ്യം പിന്നെയും വൈബുള്ളൊരു സ്ഥലമാണ്. നമുക്ക് മണ്ടയ്ക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ഒന്നാമത്തെ കാര്യം ഈ മുള്ളൊരു പ്രശ്നമാണ്. കീറെന്ന് പറഞ്ഞാൽ വകഞ്ഞു മാറ്റി ഡ്രസ്സ് ചിലപ്പോൾ കീറുമെന്നുള്ളതേ ഉള്ളൂ. ഡബിൾ ചങ്കുമായിട്ട് സബാൻ പോകുന്നു, പുറകെ ഞാനും. ദൈവമേ, ഇതിൻ്റെയും കൂടെ ടോപ്പിൽ കയറി ഈ പാറ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഈ പാറയുടെ മണ്ടയ്ക്കാണ് വരുന്നത്. ഇതുവഴി കറങ്ങി ഈ പാറയിൽ കൂടെ കയറാൻ പറ്റത്തില്ല എന്തായാലും. 90 ഡിഗ്രി ഇല്ല, ഒരു 85 ഡിഗ്രി, അല്ല സോറി, ഒരു 120 ഡിഗ്രീസ്, 120 ഇല്ല 110 മേ ബി, അങ്ങനെ ചരിഞ്ഞായിരിക്കുന്നത്. അതുകൊണ്ട് അതേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുപോന്ന് നേരെ താഴോട്ട് ഇറങ്ങാതെ തന്നെ അങ്ങ് ചെല്ലാം. എന്തത് ഇത്? കമ്മ്യൂണിസ്റ്റ് പറ്റ ചൂണ്ടുവരല്ലേ. പണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ പരിപാടി. അയ്യോ, ഞങ്ങളിങ്ങനെ ഏറ്റവും മണ്ടയിലെത്തി. ഇനി നേരെ അതായത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഓൾമോസ്റ്റ് ടോപ്പിലെത്താം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട മമ്പിലാവ് വെള്ളച്ചാട്ടം ഇതിൻ്റെ മുകളിലാണ്. നമ്മൾ ഓഫ് റോഡ് കയറി ഹൈവേയിൽ നിന്ന് എത്താറായി. എത്തിപ്പോയി. ഇതാണ് നമ്മളുടെ അരുവി. ഇവിടെ അതായത് ആ വാട്ടർഫോളിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് മുകൾ ഭാഗം. പക്ഷെ ഇവിടെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി റിസ്കി. കാര്യം ഭയങ്കര സ്ലിപ്പറി ആയിട്ട് കിടക്കുകയാണ്. എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ യു ഗോൺ, കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. സോ ബി വെരി കെയർഫുൾ. ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ശരിക്കും എക്സ്ട്രാ കോഷ്യസ് ആയിട്ട് വരിക. ഓക്കെ, ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈ ഡെസ്റ്റിനേഷൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് വൺസ് അഗെയിൻ ഞാൻ പറയുന്നത് ഭയങ്കര സേഫായിട്ട് വേണം. കാര്യം ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ ഇതുപോലത്തെ വെള്ളച്ചാട്ടങ്ങളിൽ ഒരുപാട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ലാക്ക് ഉണ്ടെന്ന് പറയാം. പിന്നെ എന്താ പറയുക, നമുക്ക് ഈ ലൊക്കാലിറ്റിയിലുള്ളവരായതുകൊണ്ട് അറിയാം അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് എങ്ങനെ. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ അക്കരെ അതായത് ഇവിടെയാണ് നമ്മളുടെ വാട്ടർഫോൾസ് പോകുന്നത്. കണ്ടോ, ഇവിടുന്ന് ഭയങ്കര കുഴിയാണ്. ഇതൊക്കെ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അതായത് ഇവിടെ ഇറങ്ങി അക്കരെ ഈ കല്ലുണ്ട്. ഇതൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള കല്ലാണ്. ഒന്ന് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ പോകും. അപ്പോൾ നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് വേണം ഇവിടെയൊക്കെ ഇറങ്ങാൻ. ഇൻ കേസ് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ
വൺസ് അഗൈൻ ഐ എം സെയിങ് വളരെ സൂക്ഷിച്ച് വരിക. ഇതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ. ഞങ്ങളിങ്ങ് മണ്ടയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ മോനെ അടിപൊളി വൈബ്. നമ്മൾ നൈസായിട്ട് വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങാം. ഓൾറെഡി 2 ഗ്ലാസ് പോയി, മൂന്നാമത്തേത് ഇന്ന് കളയണ്ട, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം അല്ലേ. അപ്പോൾ അതെടുത്ത് സേഫ് ആക്കിയിട്ട് നൈസായിട്ട് അടിപൊളി കണ്ണാടി സേഫ് ആക്കി. നൈസായിട്ടൊരു വേര് കണ്ടു കിടന്നിങ്ങനെ ആടുമായിരുന്നു. ഞാൻ ഓർത്ത് നൈസ് പാമ്പ് പോലും പണി നിർത്തണം. വെഡിയും പോയാൽ ഇവിടുന്ന് താഴോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് സൂക്ഷിച്ച് നിൽക്കുക. ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ നിരങ്ങാനൊക്കെ തോന്നും, പക്ഷെ ഒരു കാരണവശാലും നിരങ്ങി വരരുത്. നിരങ്ങി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നില്ലെങ്കിൽ നേരെ അങ്ങ് പോകും. കാര്യം ഇവിടെ വലിയ തടയണയൊന്നുമില്ല. പിന്നെ ചെറിയൊരു എന്താ പറയുക, ഇവിടെ അത്യാവശ്യം ചെറിയൊരു തടയണ ഉണ്ട്. പക്ഷെങ്കിൽ നമ്മൾ വരുന്ന ഫോഴ്സ് എത്രത്തോളമാണോ അതിനനുസരിച്ചായിരിക്കും. നല്ല ഫോഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പോൾ പതുക്കെ നമ്മൾ ഇനി തിരിച്ച് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമല്ല, ആക്ച്വലി നമ്മളിവിടെ വന്നു, ഇനി കയറി അതുവഴി മൊത്തം താഴെ ഇറങ്ങി ജീപ്പ് അവിടെ ഇട്ടിട്ടുണ്ട്, അവിടെ നമുക്ക് കയറിക്കാം. വരുന്ന വഴി ഓലിക്കേഴിന് വരുന്ന നല്ല സബ്സെ ബഡാ ശുദ്ധ പാനി. ദാഹം മാറി. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇതുപോലെ കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോസ് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. Once again, thank you so much for all your support. അടുത്തൊരു വീഡിയോയിൽ കാണാം. Till then, goodbye. Hey!